ഹലോ, നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു സമ്മർ വെക്കേഷൻ കൂടി. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ സമ്മർ വെക്കേഷൻ നമ്മൾ ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ യാത്ര അവിടേക്കാണ്. അപ്പോൾ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 പേര്, അതായത് ഞാനും പിന്നെ മിനി മാം ആൻഡ് രേവതി. ഈ യാത്രയുടെ എല്ലാ കാര്യങ്ങളും ഉത്തരാഖണ്ഡിലുള്ള നമ്മുടെ സ്റ്റേ ആണെങ്കിലും അവിടുത്തെ ട്രാൻസ്പോർട്ടൊക്കെ അറേഞ്ച് ചെയ്തത് മിനി മാമിൻ്റെ മോള് ശ്രേയാണ്. മോളവിടെ ഗ്രാഫിക്കറ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണ് കേട്ടോ. ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് മോൾക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവളാണ് എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര 23rd to 27th ആയിരുന്നു. അപ്പോൾ 23rd മോർണിംഗ് 11:50ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ. അതിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. നമ്മുടെ ബാംഗ്ലൂരിലെ ട്രാഫിക് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലൈറ്റിൽ അവൈലബിൾ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം 3 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിലും നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ കൊണ്ട് തന്നെ ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂണിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ എയർപോർട്ടിലും. അവിടെ ത്രൂ ഔട്ട് ഉത്തരാഖണ്ഡിൽ നല്ല ചൂടാണ്. ബാംഗ്ലൂരിനേക്കാളും ചൂട് എനിക്ക് അവിടെ തോന്നി കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്തരാഖണ്ഡിലുള്ള മോട്ടിച്ചൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അതിലൂടെയാണ് നമ്മുടെ യാത്ര കേട്ടോ. ഈ രാജാജി നാഷണൽ പാർക്കിൻ്റെ ഭാഗത്താണിത് നമ്മളുടെ യാത്ര. നല്ല ഗ്രീനറിയാണ്. ഇതിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഇതാണ് മോള് പഠിക്കുന്ന കോളേജ് കേട്ടോ. ഗ്രാഫിക്കറ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഡെറാഡൂണിലുള്ള മൈൻഡ് റോളിംഗ് മൊണാസ്ട്രി അല്ലെങ്കിൽ ബുദ്ധ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രിയിലോട്ടാണ് ഞങ്ങൾ, ടിബറ്റൻ മൊണാസ്ട്രിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇത് ആക്ച്വലി വളരെ പഴയൊരു മൊണാസ്ട്രിയാണ്. 1676 കൺസ്ട്രക്റ്റ് ചെയ്ത് 1965 റീ എസ്റ്റാബ്ലിഷ് ചെയ്ത് ജാപ്പനീസ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ഗ്രേറ്റ് പീസ് സ്തൂപയാണ്. ഇത് ആക്ച്വലി വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഏകദേശം 180 അധികം ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതിന് ശരിക്കും. അത് തന്നെയാണ് നമ്മൾ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, അത്രയും. പിന്നെ ഇതിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള ഗ്രീനറിയാണ് കേട്ടോ. ഏകദേശം 2 ഏക്കറോളം ചുറ്റും ഗാർഡനും അതുപോലെ തന്നെ പല രീതിയിലുള്ള നിർമ്മിതികളും ഇതിൻ്റെ ചുറ്റുമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിൽ കയറി നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ടൈമിംഗ് ഞാൻ പറഞ്ഞതുപോലെ 6:30 ആകുമ്പോഴേക്ക് ഇതൊക്കെ ക്ലോസ് ആവും. 7 വരെ എൻട്രി ഉണ്ടെങ്കിലും ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനുള്ളിലേക്ക് അങ്ങനെ ക്യാമറ അലൗഡ് അല്ല. എന്നാലും ഏറ്റൊരു ഗ്ലാൻസ് ഞാൻ നോക്കുമ്പോഴേക്കും ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ്. ഇത് ഏകദേശം ഒരു 5 നിലകളായിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി. അപ്പോൾ ഓരോന്നിലും അതിന് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് ബുദ്ധയുടെ സ്റ്റാച്യൂസാണ്, ഡിഫറെൻറ്റ് സ്റ്റാച്യൂസും. പിന്നെ നമ്മൾ കേട്ടിട്ടില്ല യോദ്ധ മൂവിയിൽ പറയുന്ന റിംപോച്ചെ, അവരുടെ ഗുരുക്കന്മാരുടെ കുറേ സ്റ്റാച്യൂസൊക്കെയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ ചിലവഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ കുറച്ചൊരു വൈകുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ആ ഒരു ബ്യൂട്ടി ഭയങ്കര, നമ്മളൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ആംബിയൻസാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ളത് നിറയെ കാടാണ്, മരങ്ങളാണ്, ഫോറസ്റ്റാണ് ആക്ച്വലി അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് കേട്ടോ. പിന്നെ എല്ലാ മോണസ്ട്രീസിലുള്ളതുപോലെ തന്നെ ഇവിടെ ഒരു പ്രെയർ വീലുണ്ട്. ഭയങ്കര വലിയൊരു പ്രെയർ വീലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് അതിനെ റോൾ ചെയ്തു ഇങ്ങനെ ഒരു കുറച്ച് തവണ. നമ്മൾ വെച്ചാൽ നല്ല ഹെവിയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ പ്രെയർ വീലൊക്കെ ഒന്ന് ചുറ്റി. എന്നിട്ട് നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ജനറലി എല്ലാ ഈ ടിബറ്റൻ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെയും മെയിനായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് പറയുന്നത് അവരുടെ
ടിബറ്റൻ കൾച്ചറും ട്രഡീഷൻസും മനസ്സിലാക്കാനും പിന്നെ അത് പ്രിസേർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെയാണ് ഈ ടിബറ്റൻ ടെമ്പിൾസിൻ്റെ ഒക്കെ തന്നെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെയുള്ള സ്ട്രീറ്റിലോട്ട് വന്നു ടിബറ്റൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസൊക്കെ കിട്ടും കേട്ടോ. ഞാൻ വലിയൊരു മോമോസ് ഫാനൊന്നുമല്ല, പക്ഷേ എന്തിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ വെറൈറ്റീസ് ഓഫ് മോമോസൊക്കെ ഉണ്ടായിരുന്നു, വെജ് ആൻഡ് നോൺ വെജ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ടിബറ്റ് കിച്ചണിൽ നമ്മുടെ ഡിന്നറിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ നമ്മൾ മസൂറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. See you in the next video. Thank you all.